വയനാട് കള്ളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അകപ്പെട്ടുപോയവർക്കായുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള തെരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായുള്ള തിരച്ചിലാണ് കടുത്ത പ്രതികൂല സാഹചര്യത്തിലും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. സിവിൽ ഡിഫൻസ്, പോലീസ്, ഫയർഫോഴ്സ് സേനകളുടെ സംയുക്ത നേതൃത്വത്തിൽ ഇന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. എന്നാൽ വയനാട്ടിൽ പെയ്യുന്ന കടുത്ത മഴയും പുഴയിലെ ശക്തമായ ഒഴുക്കും രക്ഷാപ്രവർത്തകർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപകടസ്ഥലം സന്ദർശിക്കാനായി പൊതുമരാമത്ത് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് വയനാട്ടിലെത്തും. മണ്ണടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ വിവിധ സുരക്ഷാ സേനകൾ സംയുക്തമായാണ് ഇന്ന് രംഗത്തിറങ്ങുന്നത്. NDRF, സിവിൽ ഡിഫൻസ്, കേരള പോലീസ്, ഫയർഫോഴ്സ് എന്നീ സുരക്ഷാ സേനകളുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സോൺ 3ലേക്ക് തിരച്ചിൽ പൂർണ്ണമായും വ്യാപിപ്പിക്കാനാണ് ഈ സംയുക്ത സേനകൾ തീരുമാനിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്തഭൂമിയിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതിനായി ഇന്നലെ മീനാക്ഷി പാലത്തെയും മേപ്പാടി ചൂരൽമല റോഡിനെയും മണ്ണ് അധികൃതർ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. കാണാതായവരെ കണ്ടെത്താൻ ഇന്നലെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അവയൊന്നും ലക്ഷ്യത്തിലെത്തിയിരുന്നില്ല. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഡ്രോണുകളും അതോടൊപ്പം കെടാവർ നായ്ക്കളെയും ഉപയോഗിച്ച് ഇന്നലെ മണിക്കൂറുകളോളം കടുത്ത തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ കാണാതായവരെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ സാധിക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതി ഉയർത്തുന്ന കടുത്ത വെല്ലുവിളികളാണ് നിലവിൽ രക്ഷാദൗത്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. കള്ളാടി മേഖലയിൽ മഴ അതീവ ശക്തമായി പെയ്യുന്നതും ഇതിനെ തുടർന്ന് പുഴയിൽ ഒഴുക്ക് ക്രമാതീതമായി കൂടുന്നതും രക്ഷാപ്രവർത്തകർക്ക് മുന്നോട്ട് നീങ്ങാൻ വലിയ തടസ്സമാകുന്നുണ്ട്. കനത്ത മഴയിൽ മലമുകളിൽ നിന്നും കുത്തിയൊലിച്ചെത്തുന്ന വെള്ളത്തോടൊപ്പം വൻതോതിൽ മണ്ണ് വീണ്ടും താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് ദൗത്യത്തിന് വലിയ തിരിച്ചടിയാണ്. JCBയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറെ നേരം കഷ്ടപ്പെട്ട് മണ്ണ് നീക്കം ചെയ്യുമ്പോഴും നിമിഷങ്ങൾക്കകം വീണ്ടും അവിടെ മണ്ണ് വന്ന് അടിഞ്ഞുകൂടുന്നത് രക്ഷാപ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു. വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ ഒരു വശത്ത് സുരക്ഷാ സേനകളുടെ നേതൃത്വത്തിൽ അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെ മറുവശത്ത് മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ കൃത്യമായ എണ്ണത്തെ ചൊല്ലി കടുത്ത ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട് കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച് ഔദ്യോഗിക സംവിധാനങ്ങൾ പുറത്തുവിടുന്ന കണക്കുകളും ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമാണ് നിലവിലുള്ളത്. ഈ ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ നിലപാട് പരിശോധിച്ചാൽ കൃത്യമായി 5 പേരെയാണ് ഈ വൻ ദുരന്തത്തിൽ കാണാതായിട്ടുള്ളത്. കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണത്തിനായി എത്തിയ കരാർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന 5 ജീവനക്കാർ തന്നെയാണ് നിലവിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. വയനാട് ജില്ലാ കളക്ടർ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പക്കലുള്ള ഔദ്യോഗിക മസ്റ്റർ റോളും ജീവനക്കാരുടെ കൃത്യമായ ലിസ്റ്റും പരിശോധിച്ച ശേഷമാണ് ഭരണകൂടം ഈ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവർക്കായുള്ള തിരച്ചിലാണ് നിലവിൽ അപകട മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ജില്ലാ കളക്ടറും ഭരണകൂടത്തിന്റെയും ഈ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ പ്രദേശവാസികളായ നാട്ടുകാർ ഒട്ടും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അപകടം നടക്കുന്ന സമയത്ത് നിർമ്മാണ കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർക്ക് പുറമെ മറ്റു ചില ആളുകളും താൽക്കാലിക ആവശ്യങ്ങൾക്കായി അവിടെ ഉണ്ടായിരുന്നിരിക്കാമെന്ന കടുത്ത ആശങ്കയാണ് നാട്ടുകാർ ഇപ്പോൾ പരസ്യമായി പങ്കുവയ്ക്കുന്നത്. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അറിയാവുന്ന നാട്ടുകാരുടെ ഈ വാദങ്ങൾ പ്രകാരം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ യഥാർത്ഥ എണ്ണം 5ൽ കൂടുതലാകാനാണ് വലിയ സാധ്യതയുള്ളത്. ഔദ്യോഗിക ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും ദുരന്ത സമയത്ത് അവിടെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. കാണാതായവരുടെ എണ്ണത്തെ ചൊല്ലി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നത് ദുരന്തഭൂമിയിലെ ആശങ്കകളെ ഇരട്ടിയാക്കുകയാണ്.